നമ്മുടെ സദ്യകളിൽ ഏറ്റവും കളർഫുള്ളും അതുപോലെ തന്നെ റെഡിയാക്കാൻ നല്ല എളുപ്പമുള്ള ഒരു റെസിപ്പി അത് ബീട്രൂട്ട് പച്ചടി തന്നെയാണല്ലേ. ദാ ഇരിക്കും തോറും നല്ല ടേസ്റ്റ് കൂടി വരുന്ന അടിപൊളിയായിട്ടുള്ള ബീട്രൂട്ട് പച്ചടി എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാവേ. ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ. ദാ ഈ ഒരു വലിപ്പത്തിലുള്ള 2 ബീട്രൂട്ട് ആട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. തീരെ ചെറുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 3 എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിന്റെ തൊലിയൊക്കെ നല്ലോണം കളഞ്ഞ് ഒന്നങ്ങ് ഗ്രേറ്റ് ചെയ്തെടുക്കലാണ് നമ്മൾ ചെയ്യുന്നത്. ദാ ഗ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതേപോലെ ചെറിയ പീസായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തും കൂടി എടുക്കുന്നുണ്ട്, ഗ്രേറ്റ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി. ഇനിയിപ്പോൾ ഗ്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ദാ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കുക്കറിലേക്ക് മാറ്റി കുറച്ച് വെള്ളവും ഉപ്പും കൂടി ചേർത്ത് ഒന്നങ്ങ് വേവിച്ചെടുത്താൽ മതി. അതിനുശേഷം തണുത്ത് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിൽ ഒന്നങ്ങ് കറക്കിയെടുത്താലും മതിയാവും. ഇതുപോലെ ഗ്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രം അങ്ങനെ ചെയ്യാട്ടോ. അപ്പൊ ദാ എടുത്തിരിക്കുന്ന 2 ബീട്രൂട്ടും നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് മറ്റൊരു പാനിലേക്ക് മാറ്റി കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും ഉപ്പും കൂടി ചേർത്ത് നല്ലോണം തന്നെ ഒന്നങ്ങ് വെന്ത് വരാനായിട്ട് അടുപ്പത്തേക്ക് മാറ്റാവേ. ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളം ആട്ടോ ഒഴിച്ചിരിക്കുന്നത്. ദാ നന്നായിട്ട് മിക്സ് ആക്കി നല്ലോണം തന്നെ ഒന്നങ്ങ് തിളച്ച് ശരിക്കും വെന്ത് വരട്ടെ. തീരെ കനം കുറച്ച് ഗ്രേറ്റ് ചെയ്തതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് വന്നോളൂ. അപ്പൊ ആ സമയത്ത് നമുക്ക് അരപ്പൊന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ദാ 1 കപ്പ് ചെറിയ തേങ്ങയാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടി ഒരു 3 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. എരിവൊന്ന് നോക്കിയിട്ട് മാത്രം ചേർക്കാട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം നല്ല എരിവുള്ളതുകൊണ്ടാണ് ഞാൻ 3 മാത്രം എടുത്തത്. കൂടെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി ചേർക്കുമ്പോൾ ഒന്നങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അരഞ്ഞു കിട്ടാൻ നല്ല എളുപ്പമുണ്ടാവും. ഇനി 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1 ടീസ്പൂൺ കടുകും അതേപോലെ തന്നെ ഒരു 3-4 കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലോണം തന്നെ ഒന്നങ്ങ് അരച്ചെടുക്കാം. വെള്ളം ഒരുപാട് കൂടി പോകരുത്. ദാ ഒരു 1/4 കപ്പ് അത്ര മാത്രം മതിയാവും. കണ്ടോ, ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്നങ്ങ് അരച്ചെടുത്തോണ്ട് വരാം. അപ്പൊ ഇതാണ് നമ്മുടെ ബീട്രൂട്ട് പച്ചടിയുടെ ശരിക്കുള്ള മിക്സിംഗ് എന്ന് പറയുന്നത്. ഇതിന്റെ ടേസ്റ്റ് ആട്ടോ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. അങ്ങനെ ദാ ബീട്രൂട്ട് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഒന്ന് പകുതി വെന്തിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊന്നും ശരിക്കും അങ്ങോട്ട് വറ്റിയിട്ടില്ല. അപ്പൊ നല്ലോണം ഒന്നും കൂടി വറ്റി ശരിക്കും ഒന്നങ്ങ് വെന്ത് വരട്ടെ. ഗ്യാസിന്റെ ഫ്ലെയിം ഫുൾ ഫ്ലെയിമിലൊന്നും വെക്കണ്ട, മീഡിയം ലോ ഫ്ലെയിമിൽ മാത്രം വെച്ചിരുന്നാൽ മതി. ദാ വെള്ളമൊക്കെ അത്യാവശ്യം വറ്റി ബീട്രൂട്ട് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ശരിക്കും ഒന്നങ്ങ് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, ഇത് മതി. ഇനിയിപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാവേ. ഈ തേങ്ങാരപ്പിന് ഒരു പച്ചമണം ഉണ്ടാവും. അപ്പൊ നല്ലോണം ഒന്നങ്ങ് മിക്സ് ആക്കി ശരിക്കും തേങ്ങാരപ്പിന്റെ ആ ഒരു പച്ചക്കുത്തൊക്കെ ഒന്നും കൂടി മാറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല. നമ്മുടെ തേങ്ങാരപ്പിന്റെ വെള്ളവും അതേപോലെ തന്നെ ബീട്രൂട്ട് വേവാനായിട്ടുള്ള കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നല്ലോ, അത് മതി. ഇനിയിപ്പോൾ നല്ല കട്ട തൈര് അങ്ങ് ചേർത്ത് കൊടുത്താൽ മാത്രം മതി. ദാ അരപ്പൊക്കെ ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം ഒന്നങ്ങ് വെന്ത് വരാനായിട്ട് മൂടി വെക്കുന്നുണ്ടേ. കണ്ടതാ പച്ചമണമൊക്കെ നല്ലോണം മാറി ശരിക്കും ഒന്നങ്ങ് അരപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നല്ല കട്ടിയുള്ള നല്ല പുളിയുള്ള കട്ട തൈരും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് തന്നെ പുളിയുള്ള തൈരാട്ടോ എടുത്തിരിക്കുന്നത്. ശരിക്കും ഒന്നങ്ങ് മിക്സ് ആക്കിയതിന് ശേഷം ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. തൈര് ചേർത്ത് ഒട്ടും തന്നെ തിളയ്ക്കാനായിട്ട് പാടില്ല. ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഒന്നങ്ങ് മിക്സ് ആക്കി കൂടി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഒന്ന് കടുകും കൂടി തളിച്ച് ചേർക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് പൊട്ടിച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്നങ്ങ് ചൂടായിട്ട് വരുമ്പോൾ നമ്മുടെ പച്ചടിയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്താൽ മാത്രം മതി. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാവുന്നതല്ലേ ഉള്ളൂ. ഒന്നും കൂടി തണുത്ത് എല്ലാം കൂടി ഒന്ന് യോജിച്ച് വരുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടി വരികയുള്ളൂ. അപ്പൊ മിസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഓണത്തിന് ഏറ്റവും കളർഫുൾ ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബീട്രൂട്ട് പച്ചടി ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വേറെയും ഒരുപാട് ഓണ റെസിപ്പീസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. ട്രൈ ചെയ്ത് നോക്കി എല്ലാവരും അടിപൊളിയായിട്ടിരുന്ന് കഴിക്കുക. കമന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മറക്കാതെ അറിയിക്കണേ.